നെയ്യാറ്റിൻകരയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം അത് കുറെ നാളായി പരിചരിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. ആ ക്ഷേത്രത്തിൽ പിന്നീട് പൂജകളൊക്കെ ആരംഭിക്കാനുള്ള ഒരു നീക്കം പ്രദേശവാസികൾ നടത്തുന്നു, വിശ്വാസികൾ നടത്തുന്നു. ആ ഭക്തർ അത്തരം ഒരു നീക്കം തുടങ്ങുമ്പോൾ അതിനെതിരെ മറ്റു ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ നഗരസഭയെ സമീപിച്ച് അതിൽ ഒരു ഉടക്കുണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് അവിടുത്തെ വിശ്വാസികൾ പറയുന്ന പരാതി. നഗരസഭയെത്തി ആ ക്ഷേത്രത്തിന്റെ താഴിട്ടിരിക്കുകയാണ്. അവിടേക്ക് ഭക്തർക്ക് കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് റവന്യൂ ഭൂമിയിലാണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നീക്കമുണ്ടായിട്ടുള്ളത്. ഇത് നെയ്യാറ്റിൻകരയിലെ ആറാലമ്മൂട് ശിവപുരം മഹാദേവ ക്ഷേത്രത്തിലാണ് ഇത്തരം ഒരു സംഭവം നടന്നത്. ഇപ്പോൾ ആ ചിത്രത്തിൽ കാണാം, താഴിട്ട് ആ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം മുടക്കിയിരിക്കുകയാണ്. നഗരസഭ അധികൃതരാണ് ഇത് ചെയ്തത്. റവന്യൂ ഭൂമിയിലാണ് ക്ഷേത്രം ഉള്ളത് എന്ന് കാണിച്ചുകൊണ്ടാണ് റവന്യൂ അധികൃതരുടെ ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഇത്തരം ഒരു നീക്കം നടക്കുമ്പോഴും ഇതിനെതിരെ SDPIയുടെ ചില രംഗത്ത് വന്നിരുന്നുവെന്നും വലിയ ഭീഷണി നേരിടേണ്ടി വന്നിരുന്നുവെന്നും SDPIയുടെ ഭീഷണിയുടെ പേരിലാണ് ഇപ്പോൾ ഇത്തരം ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത് എന്നതുമാണ് ഹിന്ദു സംഘടനകൾ ആരോപിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരും അത്തരം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ വലിയ വിവാദമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്താണ് സംഭവിച്ചത് എന്നത് നോക്കിയാൽ നെയ്യാറിന്റെ ചെറുകനാലിന്റെ തീരത്താണ് ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. ഏതാണ്ട് 1971 കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച ക്ഷേത്രം പുനരുദ്ധരിക്കാൻ ഭക്തർ തീരുമാനിക്കുകയായിരുന്നു. ദേവപ്രശ്നത്തിൽ കനാലിന്റെ മറുകരയിൽ പുതിയൊരു ക്ഷേത്രം സ്ഥാപിച്ച് ശിവപ്രതിഷ്ഠയും മറ്റ് പ്രതിഷ്ഠകളും വിധിപ്രകാരം നടത്തണമെന്നൊക്കെ തെളിഞ്ഞു. അതേ തുടർന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന രാമനാഥൻ നായരുടെ അധീനതയിലുള്ള മറുകരയിലെ ഭൂമിയിൽ നിന്ന് 70 സെന്റ് ക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടു നൽകി. തുടർന്ന് ക്ഷേത്രത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. പക്ഷേ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വർഷങ്ങളോളം അതിങ്ങനെ പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ വർഷമാണ് ജനുവരിയിൽ ഭക്തരുടെ കൂട്ടായ്മ ക്ഷേത്രം ജോലികൾ പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയും അത് ഏകദേശം പൂർത്തീകരിക്കുന്ന ഘട്ടം വരെ എത്തുകയും ചെയ്തു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആ ക്ഷേത്രത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടം വരെ എത്തി. ഇതിനിടെയാണ് ഭൂമി നഗരസഭയുടേതാണ് എന്ന് കാണിച്ച് പരാതികൾ പല കോണിൽ നിന്നും ഉണ്ടാകുന്നത്. അവിടേക്ക് ഭക്തർ വരുന്നതിന് ഭീഷണിയും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ SDPIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് ക്ഷേത്രവുമായി അടുത്ത് നിൽക്കുന്നവർ പറയുന്നു. അത്തരം പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് ഈ ഭൂമി റവന്യൂ ഭൂമിയാണ് എന്ന് കാണിച്ച് SDPIയുടെ ഒരു നേതാവ് തന്നെ പരാതിയുമായി രംഗത്ത് വരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ക്ഷേത്രം നഗരസഭയെത്തി സീല് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നിന്ന് ഉയരുന്നത്. ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. ഗേറ്റ് തുറക്കാനോ ക്ഷേത്രത്തിലേക്ക് കടക്കാനോ ഈ നിത്യപൂജകളൊക്കെ ചെയ്യുന്നതിനോ ഒന്നും കഴിയാതെ പോകുന്ന സാഹചര്യമാണുള്ളത്. ഭയമില്ലാതെ ഭക്തർക്ക് അങ്ങോട്ടേക്ക് വരാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ ആരെ പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. പാകിസ്ഥാനാണോ അഫ്ഗാനിസ്ഥാനാണോ തുടങ്ങിയ തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. മതസൗഹാർദ്ദം തകർത്ത് അക്രമം നടത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സഹായം കൂടിയുണ്ടോ എന്നുള്ള ആരോപണങ്ങൾ കൂടി അവിടെ ഉയരുന്നുണ്ട്. ബാലരാമപുരത്ത് ആരാധനാലയങ്ങളിലും കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ശ്രമങ്ങളാണ്. അതിന് സമാനമാണ് ഇവിടെയും നടക്കുന്നത് എന്ന് ആരോപിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ പോലും SDPI ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ്. അങ്ങനെ ഭീഷണിപ്പെടുത്തി ആണിപ്പോൾ ഇത് താഴിടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്ന ആരോപണമാണ് അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ ഉന്നയിക്കുന്നത്. ഈ ആറാലമ്മൂട് ശിവപുരം ക്ഷേത്രം ഇന്നതൊരു തർക്കഭൂമിയായിട്ട് മാറ്റിയിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പേടി കൂടാതെ വരാൻ പറ്റുന്നില്ല. ക്ഷേത്രത്തിലെ ശാന്തിക്കാരന് പേടി കൂടാതെ വരാൻ പറ്റുന്നില്ല. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം നഗരസഭ ഗേറ്റിട്ട് താഴിട്ട് പൂട്ടിക്കഴിഞ്ഞു. ഭയരഹിതമായിട്ടാണ് ഇവിടുത്തെ വിശ്വാസികൾ ഇന്ന് ഈ ആറാലമ്മൂട് ശിവപുരം ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാമനാഥൻ നായർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സമര സേനാനിയുടെ കൈവശമുണ്ടായിരുന്ന ഈ ഭൂമിയിലാണ് നേരത്തെയും 80 വർഷത്തിന് മുൻപേ മുതൽ ആരംഭിച്ച ആരാധനയാണ് ഇവിടെ നടന്നു വരുന്നത്.
ഈ ആരാധനയെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി STP പോലുള്ള സംഘടനകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം വരുന്ന വഴി അതിനെ മുൻപിലും അകത്തും പുറത്തും താഴിട്ട് പൂട്ടിക്കൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഈ നെയ്യാറ്റിൻകര നഗരസഭയുടെ സെക്രട്ടറി തടഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ബാലരാമപുരം സ്വദേശിയായ സുനീർ എന്ന SDPI പ്രവർത്തകന്റെ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നീക്കം നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെ വർഗീയമായൊക്കെ ഉപയോഗിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് പറയുന്നത്. അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മുതലെടുപ്പിനുള്ള ശ്രമങ്ങളും അവിടെ നടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിൽ പെട്ടെന്നുള്ള ഇടപെടൽ വേണം. പ്രശ്നപരിഹാരം എന്താണ് എന്ന് വെച്ചാൽ കാണണം. നിയമപരമായിട്ടുള്ള നീങ്ങേണ്ടുന്ന കാര്യമാണെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടാകണം. എന്തായാലും വലിയ രീതിയിൽ ഒരു വിവാദം ഉടലെടുക്കുകയും ആരാധനാ സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടു എന്ന രീതിയിൽ വലിയ ആക്ഷേപമായ അത് ഉയരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണിപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഈ ആറാലുമൂട് ക്ഷേത്രത്തെ സംബന്ധിച്ച് അവിടെ ഉള്ളത്. വലിയ രീതിയിൽ തങ്ങളുടെ വികാരം വ്രണപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യവും പരാതികളും ഒക്കെ ഉയരുകയാണ്. അപ്പോൾ പ്രശ്ന പരിഹാരത്തിന് അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിക്കാനുള്ളത്.